രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ആളുകളെ ആരും പഠിപ്പിക്കേണ്ടതായിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും വിലയിരുത്താനും ശരി തെറ്റ് മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് തന്നെ നിങ്ങളിലേറെ ആളെയൊന്നും പ്രലോഭിപ്പിക്കാനുള്ള പ്രസംഗത്തിന് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഒരു കാഴ്ചപ്പാട് വേണം. ഈ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആരാണ് നിലനിന്ന് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ഒട്ടിനിന്ന് മുൻപോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏത്? ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിങ്ങൾ അനുകൂലമായ സ്റ്റാൻഡെടുക്കണം, നിലപാടെടുക്കണം. പക്ഷേ ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭരണം 8 വർഷമായി. എനിക്ക് മുമ്പ് സംസാരിച്ച വിഷ്ണു വളരെ ഭംഗിയായി 8 വർഷത്തെ ഭരണത്തിനിടക്ക് പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ എണ്ണി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. കേരളത്തിൽ എന്നും ആവശ്യങ്ങളുടെ പിറകെ ചുറ്റിയടിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി നമ്മുടെ നാടിൻ്റെ ഭാഗമാണ്. പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരാൻ പോകുന്നില്ല. നമുക്കിവിടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നതാണ് ഞങ്ങളെയൊക്കെ കാഴ്ചപ്പാട്. ഇവിടെ എന്തുണ്ട് ചോദിക്കുക, നിങ്ങൾ ഇടതുപക്ഷക്കാരോട് ചോദിക്കൂ. 8 വർഷം ഭരിച്ച പിണറായി വിജയൻ്റെ ഭരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷം മറ്റു മുഖ്യമന്ത്രിമാരും കേരളം ഭരിച്ചിരുന്നു, ഞങ്ങൾ അവരെക്കുറിച്ചൊന്നും ഇതുപോലെ പറഞ്ഞിട്ടില്ല. ഈ അഹങ്കാരം മാത്രമുള്ള പിണറായി വിജയൻ നിശബ്ദനായി ആളുകളെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്തൊരു പക്ഷേ അദ്ദേഹം തന്നെ സ്വയം ചോദിക്കുന്നുണ്ടാകും, ഞാൻ എന്ത് കണ്ടാമൃഗമാണ് എന്ന്. ആർക്കും സംശയം വേണ്ട, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കേരളത്തിലെ ജനസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ സ്മാരകമായി പോലും ഇവിടെ ഉയർന്നു വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യബോധത്തിൻ്റെ മുൻപിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. 8 വർഷമായി ഞങ്ങളെയൊക്കെ മുഖ്യമന്ത്രിമാർ രാജ്യം ഭരിക്കാൻ വന്നാൽ എന്തുമാത്രം വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ ഈ സംസ്ഥാനത്തിനുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കരുണാകരൻ ഭരിക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ മുഖച്ഛായ മൊത്തം മാറ്റിയില്ലേ? എയർപോർട്ട് മുതലും മെട്രോ മുതലും കപ്പൽശാല മുതലും എല്ലാം തുടങ്ങിയ ഘടകങ്ങൾ, വിമാനത്താവളങ്ങളും ഒക്കെ കെട്ടി കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എല്ലാ ആളുകളുടെ മനസ്സിൻ്റെ അകത്തും അമരനായി ഇന്നും ജീവിക്കുന്നു. ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്തൊക്കെ ഉണ്ടാക്കി. മെഡിക്കൽ കോളേജ് രംഗത്ത് പോലും ഒരു വിപ്ലവം നടത്തിയില്ലേ അദ്ദേഹം തൊടാത്ത ഏതെങ്കിലും മേഖലയുണ്ടോ? എല്ലാ മേഖലയിലും അദ്ദേഹവും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ട് പിണറായി വിജയന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോകുന്നു എന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ ചിന്തിക്കണം. ഞങ്ങളല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഇടതുപക്ഷക്കാർ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ടാവും. നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ നാടിൽ എന്തു ചെയ്തു എന്ന് സ്വയം പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം, ഇടതുപക്ഷത്തിന് കൊടുക്കണോ UDFന് കൊടുക്കണമോ, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ തീരുമാനിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിനയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ്. അദ്ദേഹത്തിന് അനുകൂലമാകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നയം സ്വീകരിക്കണം നമുക്ക് സാധിക്കാം. വളരെ ഡൈനാമിക്കായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. എന്തിലും ചാടി വീണ് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏറ്റവും സമർത്ഥനായ ചെറുപ്പക്കാരനാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാണുമ്പോൾ ചെറുതാണെങ്കിലും, ഞാൻ പറയാറുണ്ട് അവനെക്കുറിച്ച് പറയുമ്പോൾ, അമ്പലം ചെറുതാണെങ്കിലും ദേവൻ വലുതാണ് എന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കരുത്തുള്ളവൻ, അഭിപ്രായമുള്ളവൻ, വികസന കാഴ്ചപ്പാടുള്ളവൻ, അത്തരമൊരു ചെറുപ്പക്കാരൻ ഈ നാടിൻ്റെ വികസനത്തിന് നിങ്ങൾക്കൊരു അത്താണിയായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ആൾ പ്രസംഗിക്കാനുണ്ട്, ഞാൻ പ്രസംഗത്തിൽ ഏറെയൊന്നും കടന്നു പോകുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാഷ്ട്രത്തിൻ്റെ അസ്തിത്വമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഇവിടെ
ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രമില്ല. നിങ്ങളൊരു കാര്യം അറിയണം, ചരിത്രം അറിയണമെന്ന്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ നാട് ചിതറിക്കിടക്കുന്ന നാടാണ്. ഇവിടെ മതങ്ങൾ വ്യത്യസ്തമാണ്, ജാതികൾ വ്യത്യസ്തമാണ്, ഭാഷകൾ വ്യത്യസ്തമാണ്, സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ്, അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ്, എല്ലാം വൈവിധ്യമാണ്. ഈ വൈവിധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കില്ല എന്ന് ലോകത്തിലെ ഒട്ടുമിക്ക ഭരണാധികാരികളും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, പത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്, മാസികകളിൽ എഴുതിയിട്ടുണ്ട്, ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട് എന്നത് ആ സത്യം നിങ്ങൾ ഓർക്കണം. എന്തുകൊണ്ടാ ഈ എല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനില്ല. അതുകൊണ്ട് ഈ നാട് തമ്മിലടിച്ച് തകരും. മതങ്ങളും ജാതികളും ഭാഷകളും സംസ്കാരങ്ങളും തമ്മിൽ തല്ലി ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യം തകരുമെന്നും സ്വാതന്ത്ര്യം തകരുമെന്നും ഈ ലോകത്തിലെ മുഴുവൻ ആളുകളും കണക്ക് കൂട്ടിയിരുന്നു. നിങ്ങളൊരു കാര്യം ഓർക്കണം, അന്നത്തെ ഒരു ലോകരാഷ്ട്രങ്ങളിൽ വളരെയേറെ പ്രശസ്തിയുള്ള ഒരു പത്രമാണ് ലണ്ടൻ ടൈംസ്. ആ ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്റർ കോളത്തിൽ ലണ്ടൻ ടൈംസിൻ്റെ പത്രാധിപർ എഴുതി, നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെൻ്റ് ഓഫ് മെനി നേഷൻസ്. ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ അസ്തിത്വം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. സോ ഇന്ത്യ വിൽ റൂയിൻ, അതുകൊണ്ട് ഇന്ത്യ തകരും എന്ന് ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രം എഴുതിയ എഡിറ്റർ കോളത്തിൻ്റെ കോപ്പി ഇന്നും എൻ്റെ ഫയലിൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷേ നമ്മൾ തകർന്നോ ഇല്ല, നമ്മൾ പൊളിഞ്ഞോ ഇല്ല. നമ്മൾ എന്തെങ്കിലും ഈ ഇന്ത്യ രാജ്യത്തെ ഐക്യം എങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോയി? ആരാണ് കൊണ്ടുപോയത്? എന്തുകൊണ്ടാണ് കൊണ്ടുപോകാൻ സാധിച്ചത്? അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയവും തീരുമാനവും ഇന്ത്യൻ ജനകോടികളെ ഒന്നിപ്പിക്കുന്ന രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇന്ത്യക്കാർക്ക് ഞങ്ങൾക്കൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അരിയില്ല, തുണിയില്ല, പണിയില്ല, വിദ്യാഭ്യാസമില്ല, ശാസ്ത്രമില്ല, സയൻസ് ഇല്ല, ഒന്നുമില്ലാത്ത നാടായിരുന്നു നമ്മുടെ നാടെന്ന് നിങ്ങൾ ഓർക്കണം. ആ നാട് ഇന്ത്യ ഇന്ന് ലോകത്തിൽ അരി കയറ്റി അയക്കുന്ന 9 രാഷ്ട്രത്തിലൊന്നായി ഇന്ത്യ രാജ്യം വളർന്നിരിക്കുന്നു. കാർഷിക രംഗത്ത് കോൺഗ്രസ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ, ജലസേചന പദ്ധതികൾ, ഹിരാക്കുണ്ടും സട്ലജും ബക്രാനെങ്കിലും അതിന് പുറകെ 58 പോലുള്ള വിത്തുകൾ, അതുപോലുള്ള നൂതനമായ കൃഷി സമ്പ്രദായം, അതൊക്കെ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ നേട്ടം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സമ്പന്നമായി ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യം ധാന്യരംഗത്ത് നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും ഇപ്പം ശാസ്ത്രമില്ലാതിരുന്ന നാടാ, ഇവിടെ വിദ്യാഭ്യാസമില്ലാതിരുന്ന നാടാ. പക്ഷേ ഇന്ന് ലോകത്തിലെ ആറ്റം പവർ അതിലൊന്നാണ് ഇന്ത്യ എന്ന് നിങ്ങൾ ഓർക്കണം. ആ ശാസ്ത്രീയ രംഗത്ത് കുതിച്ചു മുന്നേറുന്ന ഒരു രാഷ്ട്രമായി ഈ ലോകത്ത് ഇന്ത്യ രാജ്യം നിലനിൽക്കുകയാണ്. ലോകത്തിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിൽ ഇന്ത്യക്കാരനായ ഒരു ശാസ്ത്രജ്ഞൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് എല്ലാ ലോകങ്ങളും പറയാറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരനില്ലാത്ത ഒരു സമിതി, ഇന്ത്യക്കാരനില്ലാത്ത ഒരു ശാസ്ത്രജ്ഞ ലോകം ഈ ലോകത്തിലില്ല എന്നാണ് അതിൻ്റെ പച്ച മലയാളം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ എത്തിച്ചു. ആരാ എത്തിച്ചത്? ആരാണ് ഇതിൻ്റെ പിറകിൽ? അതിൻ്റെ പിറകിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാ. ഒരമ്മ പെറ്റ മക്കളെ പോലെ എല്ലാ മതങ്ങളെയും, എല്ലാ ഭാഷകളെയും, എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ ആചാരങ്ങളെയും ഒരു കണ്ണിൽ നോക്കിക്കണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ നേതൃത്വമാണ് ഈ രാജ്യത്തെ തളർത്താതെ ഇന്ത്യ രാജ്യത്തെ നിലനിർത്തി വികസനത്തിൻ്റെ പറുദീസയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ സാധിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരുത്താണ്, കഴിവാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കണം. പിണറായി വിജയൻ്റെ പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പേര് പറഞ്ഞ് തൊഴിലാളി വർഗത്തിലെ താല്പര്യങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ ഈ രാജ്യത്ത് ഇനിയും ഭരിക്കാനും വോട്ടിന് ചോദിക്കാനുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം ഇനിയും ഇടതുപക്ഷം ഭരിക്കുമെന്ന് പറയാൻ നടക്കുന്നത്. ഈ രാജ്യത്ത് അങ്ങനൊരു കാലം ഉണ്ടാവില്ല എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഈ നാടിൻ്റെ എല്ലാ വൈജാത്യങ്ങളും വൈരൂപ്യങ്ങളും അതിനെ മറികടക്കാൻ സാധിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ഇവരെല്ലാം ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന വലിയ മനസ്സിൻ്റെ ഉടമസ്ഥതയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൈതൃകം എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നാടിനെ ഒന്നാക്കി കൊണ്ടുപോകാനും നാടിൽ മാറ്റമുണ്ടാക്കാനും നാടിൽ വികസനമുണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്ന ഐക്യജനാധിപത്യ മുന്നണി, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി, നിങ്ങൾക്കറിയാം കേരളത്തിലെ കരുത്തുറ്റ ഭരണകൂടത്തിൻ്റെ കഴിവും പ്രാപ്തിയും പങ്കുവെക്കാൻ സാധിക്കുന്ന ഏക മുന്നണി ഐക്യജനാധിപത്യ മുന്നണിയാണ്. ആ ഐക്യജനാധിപത്യ മുന്നണിക്കാണ് കരുത്തു പകരേണ്ടത്. അവരോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ കൈകളിലേക്ക് നിങ്ങൾ ഈ നാടിൻ്റെ അധികാരം, ജനാധിപത്യ അധികാരം കൈവയ്യാൽ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും, വികസനം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. വിളിപ്പുറത്ത് ഞങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈച്ചിഹ്നത്തിൽ വോട്ട് നൽകി ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്ത് തെളിയിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.